നമ്മളെ ഒരു ഡീസൽ ബലേനായിട്ട് വന്നത് അത് 2018 ആൽഫ വേരിയൻ്റ് വരുന്നതാണ്. അപ്പോൾ വണ്ടീൻ്റെ കാര്യങ്ങൾ നമുക്ക് വണ്ടി കാണിച്ചിട്ട് തന്നെ നമ്മൾ വണ്ടീൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. 3rd ഓണർഷിപ്പാണ്, വെറും 74 കിലോമീറ്ററുള്ളൂ. പക്ക കമ്പനി സർവീസാണ്. സർവീസിൻ്റെ കാര്യങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഹിസ്റ്ററി നമ്മുടെ കയ്യിൽ ഹിസ്റ്ററി അവൈലബിൾ ആണ്. വണ്ടീൻ്റെ എവിടെ വേണമെങ്കിലും വണ്ടി കൊണ്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറൊക്കെ ഒന്ന് കാണിച്ചില്ല. വണ്ടി പക്ക നിലവിൽ നല്ല നീറ്റാണ്, കൂടത്തിൽ തന്നെ നല്ലത്. അവിടെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇൻറ്റീരിയർ ആണെങ്കിൽ പക്ക നീറ്റം ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. നമുക്ക് ബോണറ്റൊക്കെ തുറന്ന് കാണിച്ചു തരാം, സ്റ്റാർട്ടിങ് കാണിച്ചു തരാം. അല്ല ഓടോ തട്ട മുട്ട അപ്പുറണ കാര്യങ്ങളൊന്നും അടിച്ചോട്ടില്ല. വണ്ടിക്ക് റീപ്ലേസിൽ നമുക്ക് ഹിസ്റ്ററി അവൈലബിൾ തന്നെയാണ്. എൻജിനാണെങ്കിലും നല്ല കണ്ടീഷനാണ് വരുന്നത്. നമ്മൾ ടോട്ടൽ ലോസ് ഫ്ലഡ് മേജർ ആക്സിഡൻറ്റ് അതിനൊക്കെ നമ്മൾ ഗ്യാരണ്ടിയാണ്. നമുക്ക് സ്റ്റാർട്ടിങ് വീഡിയോ കാണിച്ചാൽ സ്റ്റാർട്ടിങ് ആണെങ്കിൽ പക്ക കണ്ടീഷൻ തന്നെയാണ്, നല്ല നീറ്റായിട്ടാണ് വരുന്നത്. വരുന്നത് അങ്ങനെ 23 മൈലേജ് കിട്ടും, ലോങ്ങാണെങ്കിൽ 24 മൈലേജ് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഈ ഡീസൽ വണ്ടി കിട്ടാനല്ലോ അത് വിലയാണത്. വണ്ടിയിൽ ഓടിച്ച് വേണമെങ്കിൽ ഓടിച്ച് നമുക്ക് കാണിച്ചാൽ കേട്ടോ. നമ്മൾ വണ്ടി ഓടിച്ച് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യണേ. ഒന്നാമത് നമ്മൾ ഇങ്ങനത്തെ സൗകര്യം വെച്ചിരുന്നാൽ ഞങ്ങൾക്ക് ലോങ്ങിലെ ആൾക്കാർക്കും നമ്മൾ ഫുൾ ഡീറ്റെയിൽ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഓടിച്ചും എല്ലാ വണ്ടിൻ്റെ ഭാഗങ്ങളൊക്കെ കാണിച്ചിരുന്നത്. ജസ്റ്റ് ഇവിടെ വന്ന് വണ്ടി ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് അഡ്വാൻസ് ഒന്ന് പോയാലും മതി, അല്ലെങ്കിൽ റെഡി ആയിട്ട് വന്നാലും മതി. പവറിനൊരു കമ്മിയില്ല, കൂടുതൽ ഒച്ചപ്പാടൊന്നും വരുന്നില്ല വണ്ടിക്ക്. അപ്പോൾ ഇതേമാതിരി നല്ല വണ്ടികൾ കിട്ടണമെങ്കിൽ നമ്മൾ കാർസോൺ പേജ് ഫോളോ ചെയ്തോളി, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ നമ്മുടെ കാർസോൺ പേജ് സബ്സ്ക്രൈബ് ചെയ്തോളി. അപ്പോൾ താല്പര്യം വിളിച്ചോളി, കൊണ്ടേക്കോളി. ടൈമാണ് യൂട്യൂബിൽ വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെതായ പോരായ്മയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം.